ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ട് ഏഷ്യനെറ്റ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എങ്കിലും കാണാത്തവർക്കായിട്ട് ഞാനൊരു പോസ്റ്റ് ഇവിടെ വെക്കാം. എന്നിട്ട് അതിന്റെ മെയിൻ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. പൊതുജന താല്പര്യ പ്രാധാന്യമുള്ള അറിയിപ്പ്. സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഏഷ്യനെറ്റ് ചാനൽ ബിഗ് ബോസ് എന്ന പരിപാടിയുടെ അടുത്ത സീസണിന്റെ ഭാഗമായി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓഡിഷൻ നടത്തുന്നതിനോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനോ ഏതെങ്കിലും വ്യക്തികളെയോ ഏജൻസികളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ല. പണമോ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങളോ നൽകി ബിഗ് ബോസ് എന്ന പരിപാടിയുടെ ഭാഗമാക്കാം എന്ന വ്യാജ പ്രലോഭനങ്ങൾ നൽകി വഞ്ചിക്കാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വിവരങ്ങൾ, ഫോട്ടോ, അങ്ങനെയുള്ള പേഴ്സണൽ വിവരങ്ങൾ കൊടുക്കരുത് എന്നും എഴുതിയിട്ടുണ്ട്. അതേപോലെ സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള നഷ്ടങ്ങൾക്കോ ഏഷ്യനെറ്റ് ചാനലും സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ഉത്തരവാദികളായിരിക്കില്ല എന്നും ഈ ഒരു പോസ്റ്റിൽ ഇവർ എഴുതിയിട്ടുണ്ട്. സീസൺ 7 ബന്ധപ്പെട്ട് ഒരു കൂട്ടം ആളുകൾ ഈ രീതിയിലുള്ള ഉഡായിപ്പ് സ്കീം ഇറക്കി ആളുകളെ പറ്റിക്കുന്നുണ്ട് എന്ന് വേണം ഈ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഏതാണ് എന്നൊന്നും നമുക്ക് അറിയത്തില്ല, കാരണം അവരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എങ്കിലും ഇതിൽ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ പോകണം എന്ന ആഗ്രഹമുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ഒരു ഷോ കാണുന്നവരായിട്ടുണ്ട്, പ്രേക്ഷകരായിട്ടുണ്ട്. അവരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ആ ഒരു ആഗ്രഹത്തെ മുതലെടുക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഇങ്ങനെയുള്ള ചിലര് കാണിക്കുന്നത്. അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ മേടിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന ഒരു ഉഡായിപ്പ്, ഒരു സ്കാം എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ്സ് ഒന്നും വരാതെ നിങ്ങൾ ഈ ടൈപ്പ് ഉഡായിപ്പുകളിൽ ചെന്ന് തല വെക്കാതിരിക്കുക. ഈ ഒരു പോസ്റ്റ് ഏഷ്യനെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് അപ്ഡേറ്റ്സും റിവ്യൂസും ഒക്കെ ഇടുന്ന ഒരു ചാനലാണല്ലോ നമ്മുടെ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.